നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മലാഖി പ്രവചനം 2-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സുവെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അതേ, നിങ്ങൾ മനസ്സ് വയ്ക്കായ്ക കൊണ്ട് ഞാൻ അവയെ ശപിച്ചുമിരിക്കും. ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഫലസിക്കുകയും ചാണകം, നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. അവനോടുള്ള എൻ്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ട എൻ്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം അവൻ്റെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലോ. നിങ്ങളോ വഴിവിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപ്രമാണത്തിൽ പക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെ അല്ലയോ നമ്മെ സൃഷ്ടിച്ചത്? നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? യഹൂദ ദ്രോഹം ചെയ്തു, ഇസ്രയേലിലും യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന മനുഷ്യന് യഹോവ ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കുന്നവനെയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ചു കളയും. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നത് നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നതുകൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ദേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ. തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. ഇത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നുവെന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ഈ 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗവും പുരോഹിതന്മാർക്ക് എതിരായുള്ളതാണ്. ലേവി ഗോത്രക്കാരായ പുരോഹിതന്മാർ 7-ാം വാക്യപ്രകാരം ന്യായപ്രമാണം വായിച്ച് പഠിക്കേണ്ടതും നേരുള്ള ഉപദേശം ജനത്തെ പഠിപ്പിച്ചവരെ അകൃത്യം വിട്ട് തിരിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ്. അവരത് ചെയ്യാത്തത് കൊണ്ട് അവരുടെ അനുഗ്രഹത്തെ ദൈവം ശാപമാക്കിയിരിക്കുന്നു. അവരുടെ അനുഗ്രഹമായ മക്കൾ പിതാക്കന്മാരുടെ മുഖത്ത് ഉത്സവങ്ങളിലെ മൃഗങ്ങളുടെ
ചാണകം വിതറും മക്കളെ ദൈവം വഷളന്മാരാക്കും എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കാതെ പണത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അവരതെല്ലാം മറച്ചു വെച്ച് ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ ആരും നീക്കാതെ തന്നെ ദൈവം നീക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അവരുടെ മക്കളെ വഷളാക്കുക എന്നുള്ളത്. ദുഷ്ടൻ ഓടിക്കാതെ ഓടും എന്നൊരു വാക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മലാഖിയിലൂടെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ മക്കളിലൂടെ ഞാൻ നിങ്ങളെ നാറ്റിക്കും. ഉത്സവങ്ങളിലെ ചാണകം, കഴുതയുടെയും ആടിൻ്റെയും കാളയുടെയും കുതിരയുടെയും ഒക്കെ ചാണകം നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ മക്കൾ വലിച്ചെറിയുവാൻ ഞാൻ ഇടയാക്കും. ജനമധ്യേ നിങ്ങളെ നാറ്റിക്കുമെന്നാണ് ദൈവം മലാഖിയിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും ഏത് കാലത്തും അത് ദൈവത്തിൻ്റെ ഒരു ആയുധമാണ് എന്നുള്ളത് വളരെ ഭയത്തോടെ നാം ഓർക്കേണ്ടതാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിലെ സാമാന്യ ജനങ്ങളോടും അവരുടെ പാപത്തെ ദൈവം വിശദീകരിക്കുകയാണ്. അവർ ദൈവഭയമില്ലാത്ത വിഗ്രഹാരാധികളായ പുറജാതികളെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ കുടുംബങ്ങൾ മലിനമാകുന്നു. നോഹയുടെ കാലത്തെ ജനത്തിന്റെ പ്രധാന പാപം അതായിരുന്നുവല്ലോ, അഭക്തി ഉള്ള അല്ലെങ്കിൽ ദൈവഭയമില്ലാത്ത, ആരാധനയില്ലാത്തവരെ വിവാഹം കഴിക്കുക. അതിനാലാണ് ജലപ്രളയം ഉണ്ടായത്. ബിലയാമിന്റെ വഞ്ചന മൂലവും മിശ്ര വിവാഹങ്ങളും ഉണ്ടായി. അത് വലിയ ബാധയ്ക്ക് കാരണമായി. ഇതൊക്കെ വായിച്ചിട്ടുള്ള ഇസ്രായേൽ ഒരു ശങ്കയുമില്ലാതെ വിഗ്രഹാരാധികളെ വിവാഹം കഴിക്കുന്നു. ദൈവം ഛേദിച്ചു കളയും എന്നാണ് പറയുന്നത്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഭാര്യ ഭർത്താക്കളുടെ അവിശ്വസ്തതയാണ്. ഏത് കാലത്ത് ദൈവത്തെ ഉപേക്ഷിക്കുന്നുവോ അവിടെ അവിശ്വസ്തത ആരംഭിക്കുകയാണ്. ആദാം ദൈവകൽപ്പന ലംഘിച്ച ആ സമയത്ത് ആദാം ഭാര്യയിൽ നിന്ന് അകലുകയാണ്. നീ എന്നോടുകൂടി ഇരിക്കാൻ തന്ന ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു എന്നാണ് പറയുന്നത്. ദൈവം പറയുകയാണ് 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിലെ യാഗപീഠത്തിൽ ഭാര്യയുടെ കണ്ണുനീർ വീഴുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ഒരാളുടെ അവിശ്വസ്തത മതി മക്കൾക്ക് ദോഷം വരാൻ. ഭാര്യ നന്നായ പോരാ, ഭർത്താവിനെ കൂടി ചേർത്ത് പിടിക്കാൻ ഭാര്യയ്ക്ക് സാധിക്കണം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടി നിങ്ങളുടെ അമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് അവർ ചേർന്ന് വരുവാനിടയാകണം. അല്ലെങ്കിൽ അവരെ ആത്മീകരാക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. അല്ലാതെ ഭർത്താവിൻ്റെ സ്വത്തും ഭർത്താവിൻ്റെ യൗവനകാലത്തുള്ള ആരോഗ്യവും കഴിവും അത് മാത്രം പോരാ. ആ ഭർത്താവിനെ ആത്മീയരാക്കാൻ ഭാര്യയ്ക്ക് സാധിക്കണം. ഭാര്യയെ വചനം പഠിപ്പിക്കാൻ ഭർത്താവിന് സാധിക്കണം. എങ്കിലേ മക്കളെ ദൈവകൃപയിലേക്ക് വളർത്തി വലുതാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്കിലേ ദൈവം കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കുകയുള്ളൂ. ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒരുപോലെ വിചാരിക്കണം. 16ഉം 17ഉം വാക്യങ്ങൾ പറയുന്നത് ദൈവം ഉപേക്ഷണത്തിനും പുനർവിവാഹത്തിനും എതിരാകുന്നു എന്നാണ്. ദൈവം വെറുക്കുന്ന പാപമാണത്. ദൈവം ആദാമിനെ കുറിച്ച് ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞത്. അവള് ദൈവകൽപ്പന ലംഘിച്ചു. ദൈവം അവളെ ഉപേക്ഷിക്കാം, വേറൊരു ഭാര്യയിലെടുത്ത് ഞാൻ വേറൊരു സ്ത്രീയെ ഉണ്ടാക്കി തരാമെന്നല്ലോ പറഞ്ഞത്. ആദമും പറഞ്ഞില്ലല്ലോ എനിക്കിനി ഇവളെ വേണ്ട എന്ന്. തെറ്റുണ്ടാകാം, ഭാര്യയ്ക്കുണ്ടാകാം, ഭർത്താവിനുണ്ടാകാം. പക്ഷേ അവരെ ഉപേക്ഷിക്കാൻ വകുപ്പില്ല. അതിന്റെ കാരണം യേശു തന്റെ കാന്തയെ ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഭാഗത്ത് കർത്താവിന്റെ നിലവാരം അനുസരിച്ച് ഒക്കെയുള്ള ഭക്തി നമുക്കുണ്ടോ? ഇല്ല. എന്നിട്ടും കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നു. നമ്മളെ ബാലശിക്ഷയിലൂടെയെങ്കിലും നമ്മളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കാനോ ഭർത്താവിനെ ഉപേക്ഷിക്കാനോ ഒരു സ്ത്രീക്കും പുരുഷനും ദൈവ അനുവാദം നൽകുന്നില്ല. കാരണം കർത്താവ് തന്റെ സഭയെ ഉപേക്ഷിക്കുന്നില്ല. മലാഖിയുടെ കാലത്തെ ഏറ്റവും വലിയ പാപം ഭാര്യ ഭർത്താക്കളുടെ അവിശ്വസ്തതയായിരുന്നു, ഉപേക്ഷണമായിരുന്നു, പുനർവിവാഹമായിരുന്നു. ദൈവം പറയുന്നു, അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ഉടമ്പടിയുടെ ഭാര്യയുമാണെന്ന്. ദൈവസന്ധി ഉടമ്പടി ചെയ്താണ് ഭാര്യയും ഭർത്താവുമാകുന്നു. എന്റെ നാമം വൃഥാ എടുക്കുന്നതിനെ ശിക്ഷിക്കാതെ വിടുകയില്ലെന്നാണ്. മരണം വരെ, അതാണല്ലോ നമ്മൾ പറഞ്ഞത്, മരണം വരെ. അതുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സർവോപരി ദൈവരാജ്യത്തിന് വേണ്ടി കുടുംബങ്ങൾ നന്നാകാൻ ഇടയായി തീരണം. കുടുംബം നന്നാകാൻ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഭാര്യയും ഭർത്താവും തങ്ങളുടെ റോള് വിശ്വസ്തമായിട്ട് ചെയ്യുവാൻ, പരസ്പരം പഴിചാരാതെ വിശ്വസ്തമായി ചെയ്യുവാൻ
മലാഖി പ്രവചനത്തിൽ 2-ാം അധ്യായം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.